ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ട്രിക്കിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ഈ കോൺടസ്റ്റിന് റിസ്ക് ഇല്ല എന്ന് വെച്ചാൽ റിസ്ക് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ടീം കൊള്ളാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ടിപ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഡ്രീം 11 ഒരുപാട് പേര് ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും, ബട്ട് ചില സമയത്ത് ഈ GL-ലൊക്കെ ഇവർ ഫേക്ക് ഉടായ്പ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ചില മത്സരങ്ങൾ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. അതായത് ചിലർക്ക് ഈ 2-3 പേർക്കൊക്കെ ഒരേ സെയിം റാങ്ക് ഒക്കെ വരുന്നില്ല. ചിലപ്പോൾ അത് കോയിൻസിഡൻസ് ആയിരിക്കാം, ബട്ട് ചില സമയത്ത് ഇത് ഫിക്സഡ് ആയിട്ട് ഇവരുടെ ബോട്ട് തന്നെ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിന്നൊക്കെ നമുക്കൊരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അധികം യൂസേഴ്സ് ഇല്ലാത്ത നമ്മുടെ വിഷൻ 11 പോലത്തെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഡെയിലി 50,000 രൂപ വരെ ഇവർ ഗീവ് കൊടുക്കുന്നുണ്ട്. ഒരു രൂപ കൂടി ക്യാഷ് നമുക്ക് കൊടുക്കാതെ 0 rupees നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് കണ്ടില്ലേ. 50,000 രൂപയുടെ അവർ ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്നു. 1 രൂപ കൂടി കൊടുക്കാതെ ജോയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം 1000-നുള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നതിന് നിങ്ങൾക്ക് 22 രൂപ വരെ കിട്ടും. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാട്ടോ. നമ്മുടെ വിഷൻ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഡ്രീം 11 കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ടിപ്സിലോട്ടാണ്. റീസെൻ്റ് ആയിട്ട് ചില മത്സരങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചില മത്സരങ്ങൾ തോക്കാറുണ്ട്, ചില മത്സരങ്ങൾ വിൻ ചെയ്യാറുണ്ട്, ബട്ട് കൂടുതലും എനിക്ക് ടാലിയായി പോകാറാണുള്ളത്. ഇതിന് പ്രോഫിറ്റബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് അതായത് സെലക്റ്റഡ് മാച്ചസ് എടുത്ത് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രോഫിറ്റബിൾ ആണ്. ആ ഒരു വയസ്സ് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ്. എല്ലാവരും വലിച്ചു വാരി T10 കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇതിന് മുന്നേ ഈ ഒരു കോൺടസ്റ്റിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് വന്നതിന് 80 രൂപ കിട്ടും. അതായത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോൺടസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മളെ കമ്പയർ ടു 90 rupees H4 ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഇത് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ 19 രൂപ കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ 66 രൂപയാണ് നമുക്ക് കിട്ടുക. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ അതിൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാ നിങ്ങളിപ്പോൾ 66 രൂപ നിങ്ങൾ കിട്ടി. അപ്പോൾ ഇതിൽ 19 രൂപ നിങ്ങൾ അവിടെ കൊടുത്തു, ബാക്കി നിങ്ങൾക്ക് 47 രൂപ പ്രോഫിറ്റ്. അതേസമയം നിങ്ങൾ 20 രൂപ അവിടെ ഇട്ടു, നിങ്ങൾക്ക് കിട്ടുന്ന 80 രൂപയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് 60 രൂപയാണ് പ്രോഫിറ്റ്. അതായത് 17 രൂപയുടെ ഡിഫറൻസ് ആണ് 1 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് റിസ്ക് ആണ്, ക്യാഷ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഒരുപാടാണ്, വിന്നിങ് പെർസെൻറ്റേജ് കുറവാണ്. ഇവിടെ ആവുന്ന സമയത്ത് 4 ഓപ്പോണൻസിനെ നോക്കിയാൽ മതി. ബട്ട് ഇവിടെ എങ്ങനെയല്ല, 1500 പേര് 315 ഏകദേശം 21% മാത്രമേ വിന്നിങ് പെർസെൻറ്റേജ് ഉള്ളൂ, റേഷ്യോ ഉള്ളൂ. സോ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 20 രൂപയുടെ 2 കയറിയിട്ടുണ്ട്, പിന്നെ ഒരു 19 രൂപയുടെ 1 കയറി. അതുപോലെ തന്നെ 21 രൂപയുടെ വേറെ ഒന്നുണ്ട്, അതായത് ഇത് മറ്റേ പ്രൈവറ്റ് കോൺടസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 19 രൂപയുടെ ഒന്നുകൂടെ കയറി. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ കോൺടസ്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ IPL മാത്രം കാണുന്ന കുറച്ച് കോൺടസ്റ്റുകൾ വെറൈറ്റി നമ്മൾ ഡ്രീം 11 മാത്രം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 25 രൂപ കൊടുത്ത് ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്നതിന് 200 രൂപ കിട്ടും. നമ്മളെ വേറെ നോർമൽ ലീഗ്സിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ IPL മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് 110 വരെയാണ് ഇവർ വിന്നിങ് കൊടുക്കുന്നത്. അതിന് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വെറും 25 രൂപയാണ്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 200 മൈനസ് 25, സോ 175 രൂപയാണ് പ്രോഫിറ്റ്. 175 രൂപ ഒരു കോൺടസ്റ്റിന്, അതും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ബട്ട് ഇവിടെ റിസ്ക് ഉണ്ട്, കാരണം നല്ലൊരു ടീമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ടീമിന് അവിടെ വിന്നിങ് റേഷ്യോ വെറും 10% ആണ്. 1050 പേര് കളിക്കുന്നതിൽ 10% മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരു കോൺടസ്റ്റ് നോക്കുന്ന സമയത്ത് 25 രൂപയുടെ വേറെ ഒന്നാണ്. ഇത് നമ്മൾ IPL ഇതിൽ കണ്ടിട്ടുണ്ട്. ഞാൻ IPL മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. 25 രൂപ എടുത്ത് ജോയിൻ ചെയ്തതിന് 5 സ്പോട്ടുണ്ട്. 5 സ്പോട്ടിൽ ഫസ്റ്റ് വന്നതിന് 105 രൂപ കിട്ടി. 25ൻ്റെ 4-5 ചെയ്ത് കഴിഞ്ഞാൽ 125 ഇതിൽ 20 രൂപ അവന്മാർ കമ്മീഷൻ എടുത്തിട്ട് വേറെ 105 രൂപ നമുക്ക് തരും. അതും 5 പേരെ ഓപ്പോണൻസ് ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ
20 രൂപയുടെ മറ്റേ ആ ഒരു ഫസ്റ്റ് വന്ന 80 ഉള്ള കോൺടസ്റ്റ്, അതൊരു അടിപൊളി കോൺടസ്റ്റാണ്. സോ ഇതാണ് നമ്മൾ അപ്ലിക്കേഷൻ കോൺടസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇതെന്തായാലും ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മത്സരത്തിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ശോകം നെറ്റാട്ടോ, എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. സോറി ഗൈസ്, ഐ ആം എക്സ്ട്രീംലി സോറി. ഇത് ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ കുഴപ്പമല്ല, ഈ നെറ്റിൻ്റെ കുഴപ്പമാണ്. ദയവായി ഇതെങ്കിലും ഒന്ന് കറക്റ്റ് വന്നാൽ മതി. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് മുകളിൽ 1 MB/s. ഇത് എന്തുവാ ഇത്രയും MB ഒക്കെ പോകണ എവിടേക്കാ? എന്നിട്ട് ഇവിടെ വല്ല വരുന്നുണ്ട്, അതൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കഴിഞ്ഞ ഒരു മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നോ തമ്മിലുള്ള മാച്ചിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര രൂപ ഏൺ ചെയ്തു എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ മുംബൈ ലക്നോ മാച്ച് എടുത്തിട്ടുണ്ട്. 25 2 ഞാൻ ഒന്ന് കണക്ക് കൂട്ടട്ടെ. 25 + 25 + 20 3 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 22 + 22 വെറും ഇൻവെസ്റ്റ് ചെയ്തത് 92 രൂപ. എനിക്ക് കിട്ടിയത് 418 രൂപ. അപ്പം 418 - 92 = 326 രൂപയാണ് പ്രോഫിറ്റ് ഗൈസ്. അത് ഒരു കോൺടസ്റ്റിന് വെറും 92 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 326 രൂപ പ്രോഫിറ്റ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലേ? സിമ്പിളാണ്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സെയിം ടീമാണ്, ഒരു വ്യത്യാസമില്ല. ആ ഒരു സെയിം ടീമുമായിട്ടാണ് ഞാൻ ഇവിടെ ഈ കോൺടസ്റ്റ് കളിച്ചത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ടീമായിട്ടാണ് ഞാൻ ആ കോൺടസ്റ്റ് കളിച്ചത്. നിങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് പൈസ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. സോ അത് സെയിം ടീമിലാണ് ഞാൻ ഇത്രയും ക്യാഷ് ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഇന്ത്യ ബംഗ്ലാദേശ് മാച്ച് നോക്കുന്ന സമയത്ത് വുമൻസ് മാച്ച് ആയിരുന്നു. ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 20 രൂപയുടെ 2 എണ്ണം, 19 രൂപയുടെ 2 എണ്ണവും കൂട്ടി നോക്കാം. 20 രൂപയുടെ 2 എണ്ണം എന്ന് പറയുമ്പോൾ 40 രൂപ. ദെൻ 19 രൂപയുടെ 2 എണ്ണം എന്ന് പറയുമ്പോൾ 19 + 19 78 ആയി. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് എത്ര രൂപയുടെ ആയിരുന്നു? 19, ഒരു 21 ആയിരുന്നു. +21 ടോട്ടൽ 99 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് കിട്ടിയത് 334 -334 235 രൂപ പ്രോഫിറ്റാണ്. വെറും 99 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 235 രൂപ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ 300 സംതിങ് കിട്ടിയായിരുന്നു. അതായത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ കളിക്കുന്ന മാച്ചസൊക്കെ അതേ ടീം ഞാൻ അവിടെ ഇടാറുണ്ട്. നിങ്ങൾ കളിച്ചു നോക്കിയാൽ മാത്രം മതി, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലേ? എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.